നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. രാത്രികാലങ്ങളിൽ മരുന്ന് കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനമാരംഭിച്ചു. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടികയറി. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി. ഡീക്കൻ എഡ്വിൻ കൊമ്പൻ രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ കൈവയ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. പുളിഞ്ചുവട് മുതൽ വരാക്കര വഴി വരെ സ്ലാബ് നിർമ്മിച്ച് അപകടരഹിതമായ റോഡാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരത്തിലെ പ്രമുഖ ഹോട്ടലടക്കം 6 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന. പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ പേരുകൾ സഹിതം പഴകിയ ഭക്ഷണം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. നഗരത്തിലെ വിവിധ ഹോട്ടലുകളായ അരമന, കുക്ക് ഡോർ, തജിനി, സീഫോർട്ട്, ഓറോട്ടി, ആലിയ എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പിടികൂടിയ ഹോട്ടലുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. പൊയ്യ മാനഞ്ചേരിക്കുന്ന് കുട്ടിച്ചിറ പാലത്തിന് സമീപത്ത് വെച്ച് നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ തല കീഴായി മറിയുകയായിരുന്നു. ഉടൻ തന്നെ അനിൽകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാത്രികാലങ്ങളിൽ മരുന്ന് കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനമാരംഭിച്ചു. രാത്രി സമയത്ത് ആശുപത്രിയിൽ വരുന്ന രോഗികളുടെയും കൂടെ വരുന്നവരുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ സൗകര്യം ഉണ്ടാകുക എന്നുള്ളത്. രാത്രി സമയത്ത് വരുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് പണം കൊടുത്ത് വാങ്ങണമായിരുന്നു. മാത്രമല്ല, അസമയങ്ങളിൽ പുറത്ത് മെഡിക്കൽ ഷോപ്പുകളൊന്നും പ്രവർത്തിക്കാത്തതിനാൽ പലപ്പോഴും രോഗികളായി എത്തുന്നവരും ബന്ധുക്കളും മരുന്നിനായി നെട്ടോട്ടമോടുന്ന വളരെ പ്രയാസകരമായ സാഹചര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ ശമ്പളം കൊടുത്ത് ഫാർമസിസ്റ്റിനെ നിയമിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി തുടങ്ങാൻ തീരുമാനിച്ചത്. നിലവിൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന OP സമയത്ത് മാത്രമാണ് ഫാർമസി പ്രവർത്തിച്ചിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭിക്കുന്ന മരുന്നിന് പുറമെ നഗരസഭയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നതും നഗരസഭ താലൂക്ക് ആശുപത്രി വഴി നടത്തുന്ന പാലിയേറ്റീവ് പദ്ധതി പ്രകാരം വാങ്ങുന്നതുമായ മരുന്നും ഉള്ളതിനാൽ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം ഉണ്ടാകാനും സാധ്യതയില്ല. താലൂക്ക് ആശുപത്രികളിൽ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് 24 മണിക്കൂറും ഫാർമസി സൗകര്യമുള്ളൂ. പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിലാണ് പുതിയ ഫാർമസി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ഫാർമസി ഇൻചാർജ് PK സുബ്രഹ്മണ്യൻ, പാലിയേറ്റീവ് നഴ്സ് സിനി എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടികയറി.
തിരുനാൾ കൊടിയേറ്റം കാലത്ത് 5:30 കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ നിർവഹിച്ചു. ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, ട്രസ്റ്റിമാരായ VS സെബി, OJ ജസ്റ്റിൽ, ലെസ്ലി ജോസഫ്, ജോയ് AJ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ കുർബാന തിരുനാൾ ദിവസം വരെ 5:30 അർപ്പിക്കപ്പെടും. മെയ് 6, 7, 8 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ കസ്റ്റംസും വനിതാ വിഭാഗത്തിൽ KSEB തിരുവനന്തപുരവും ജേതാക്കളായി. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ എതിരില്ലാതെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കസ്റ്റംസ് ജേതാക്കളായത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ എതിരില്ലാതെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KSEB ജേതാക്കളായത്. ET ടൈസൺ MLA സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സെയിന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, സംഘാടക സമിതി ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, KY അസീസ്, PH നിയാസ്, PH അമീർ തുടങ്ങിയവർ സംബന്ധിച്ചു. വോളിബോൾ മഹാകത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നതിന്റെ ഫൈനലാണ്. ഇവിടെ 15 ആൾക്കാരാക്കി അവരുടെ മൂലം പോയിരുന്ന് ഉള്ള വെള്ളത്തിൽ നിറവാട്ടുന്ന കുപ്പിയെടുത്ത് അടിച്ചിട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്ന ലഹരി ആ ലഹരിയല്ല. പക്ഷെ മതിലകന്മാരോട് എനിക്ക് ലഹരിയെ കുറിച്ച് സംസാരിക്കണം. ഡീക്കൻ എഡ്വിൻ കൊമ്പൻ രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ കൈവയ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് നവവൈദികൻ ദിവ്യബലി അർപ്പിച്ചു. വികാരി ഫാദർ ജേസൺ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും തിരുപ്പട്ട കമ്മിറ്റി ജനറൽ കൺവീനറും കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും ചേർന്ന് ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിനെയും ഡീക്കൻ എഡ്വിൻ കൊമ്പനെയും സ്വീകരിച്ചു. തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ വടവാതൂർ സെയിന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വൈസ് റെക്ടർ ഫാദർ ലിൻഡോ കുറ്റിക്കാടൻ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഫാദർ ജോയ് ചിറ്റിലപ്പിള്ളി, ഫാദർ മാർട്ടിൻ പട്ടരുമഠത്തിൽ, ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, ഫാദർ ജിയോ ചെരടായി, ഫാദർ സെബി വെളിയൻ, ഫാദർ റെൽഹിൻ കള്ളിക്കാടൻ എന്നിവർ സഹകാർമ്മികരായി. നിരവധി വൈദികരും സന്യസ്തരും ഇടവക ജനങ്ങളും ബന്ധുമിത്രാദികളും സാക്ഷിയായി. പുളിഞ്ചുവട് മുതൽ വരാക്കര വഴി വരെ സ്ലാബ് നിർമ്മിച്ച് അപകടരഹിതമായ റോഡാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. മുൻപ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിലെ കാളക്കല്ല് വരാക്കര പുളിഞ്ചുവട് റോഡിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടുന്നതിന് 20 ലക്ഷം പാസായത്. അതിൽ വരാക്കര അമ്പല പരിസരം മുതൽ പള്ളിക്കുന്ന് വരെയും പുളിഞ്ചുവട് വരെയും സ്ലാബിട്ട് പണി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 3 സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ വന്നാൽ സൈഡിലേക്ക് മാറി നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഏത് സമയവും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടകര സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടനാണ് പരാതി നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. രാത്രികാലങ്ങളിൽ മരുന്ന് കിട്ടാത്ത പ്രയാസത്തിന് പരിഹാരമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടികയറി. മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് സമാപനമായി. ഡീക്കൻ എഡ്വിൻ കൊമ്പൻ രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ടിന്റെ കൈവയ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു. പുളിഞ്ചുവട് മുതൽ വരാക്കര വഴി വരെ സ്ലാബ് നിർമ്മിച്ച് അപകടരഹിതമായ റോഡാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.